ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇ.ഡി. റെയ്ഡിൽ പിടിച്ചെടുത്തതിൽ വ്യാജരേഖകളുണ്ട് എന്ന് സംശയം. ശബരിമലയുമായി ബന്ധപ്പെട്ട രേഖകളുടെ ആധികാരികത പരിശോധിക്കും. കേസിൽ കേരളം അടക്കം 3 സംസ്ഥാനങ്ങളിൽ നടന്ന റെയ്ഡിൽ ബാങ്ക് പണമിടപാട് രേഖകൾ, ഡിജിറ്റൽ ഡിവൈസുകൾ എന്നിവയെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും രാവിലെ ഇ.ഡിയുടെ റെയ്ഡ് സംബന്ധിച്ചുള്ള വാർത്തകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദേവസ്വം ആസ്ഥാനത്തെ പരിശോധനയ്ക്ക് 22 മണിക്കൂറോളമാണ് നീണ്ടിരിക്കുന്നത്. എന്തായാലും ഈ റെയ്ഡ് ഉടനടി അവസാനിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ലാതെ അവർ വ്യക്തമാക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ ഈ റെയ്ഡിൽ പിടിച്ചെടുത്തതിൽ വ്യാജരേഖകളുണ്ട് എന്നാണല്ലോ ജിജീഷ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രാഗി, ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കണ്ടെത്തിയ രേഖകൾ മുഴുവൻ ഒറിജിനലാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതുന്നില്ല. കാരണം ഈ കൃത്രിമത്വം നടത്തുന്നതിന് വേണ്ടി, വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നതിന് വേണ്ടി വ്യാജ രേഖകൾ വ്യാപകമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സൂചന തന്നെയാണ് അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ 21 കേന്ദ്രങ്ങളിലായി ഒരേ സമയം നടത്തിയിട്ടുള്ള വലിയ തോതിലുള്ള പരിശോധനയിൽ കണ്ടെത്തിയ രേഖകൾ പലതും അതിൽ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജന്മാർ കയറ്റിയിട്ടുണ്ട്. കൃത്രിമമായി പല രേഖകളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായിട്ടും ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് ഒരുക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടും എല്ലാം തന്നെയാണ് ഇത്തരത്തിൽ കൃത്രിമ രേഖകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് തന്നെയുള്ള ഒരു സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പിടിച്ചെടുത്ത രേഖകളുടെ ഇന്ന് പുലർച്ചെ വരെ നടത്തിയ റെയ്ഡുകൾക്ക് ശേഷം ഇതുവരെ പിടിച്ചെടുത്ത മുഴുവൻ രേഖകളുടെയും അതിസൂക്ഷ്മമായ ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. ഓരോ രേഖകളും സസൂക്ഷ്മം പരിശോധിക്കുന്നു. അതിൻ്റെ പകർപ്പുകൾ, ഏതെങ്കിലും തരത്തിൽ ഒറിജിനൽ പകർപ്പുകൾ, അതിൻ്റെ ബന്ധപ്പെട്ട പകർപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി താരതമ്യം ചെയ്യുക. ഒപ്പം തന്നെ കൂടുതൽ സംശയമുള്ള രേഖകളുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കേസുകളിൽ നിന്ന് പ്രതികൾക്ക് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയോ അവരുടെ പങ്കാളിത്തം വ്യക്തമാകാതിരിക്കുന്നതിന് വേണ്ടിയോ എല്ലാം തന്നെ തയ്യാറാക്കിയ രേഖകൾ ഉണ്ട് എന്നതാണ് തന്നെയാണ് അന്വേഷണ സംഘം ബലമായി സംശയിക്കുന്നത്. പല പ്രതികളുടെയും വീടുകളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ ഇതിൽ 15ഓളം പ്രതികൾ ഈ പ്രതിപട്ടികയിലുണ്ട്. 11 പേരാണ് റിമാൻഡിലായിട്ടുള്ളത്. എല്ലാവരുടെയും വീടുകളിലും അനുബന്ധമായിട്ടുള്ള ആളുകളുടെ സ്ഥാപനങ്ങളിലും അടക്കം തന്നെയായിരുന്നു പരിശോധന നടന്നത്. അവിടെ നിന്ന് ഏറ്റവും സുപ്രധാനമായ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ആ രേഖകളിൽ ചിലത് അവർക്ക് അനുകൂലമാകുന്ന വിധത്തിൽ, ആ പ്രതികൾക്ക് തന്നെ അനുകൂലമാകുന്ന വിധത്തിൽ തയ്യാറാക്കിയതും കൃത്രിമമായി തയ്യാറാക്കിയത് ആണ് എന്ന് മനസ്സിലാകുന്നു. ചില മിൻസിൻ്റെ പകർപ്പുകൾ അടക്കം അത്തരത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്തപ്പോൾ തന്നെ പ്രതികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഒരു വലിയ പരിശോധന ഭയന്നിരുന്നു. ഒരേ സമയം നടക്കുന്ന റെയ്ഡുകൾ അത് മുൻകൂട്ടി കണ്ടിരുന്നു ഈ ഒരു കേന്ദ്രങ്ങൾ എന്നതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനും അന്വേഷണം വഴിതിരിച്ചു വിടാനുമുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പിടിച്ചെടുത്ത രേഖകളെ മുഴുവൻ വിശ്വാസത്തിലെടുക്കാതെ, അല്ലെങ്കിൽ അത് സമഗ്രമാണ് എന്ന് സ്വയം വിലയിരുത്താതെ സൂക്ഷ്മമായ പരിശോധനകൾ നടത്തുക, അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള പരിശോധനകൾ നടത്തുക, അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കുക, അതിവേഗത്തിൽ ഈ രേഖകളുടെ പരിശോധന പൂർത്തിയാക്കുക എന്ന ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതിൽ പത്മകുമാർ, മുരാരി ബാബു അടക്കമുള്ള ആളുകളുടെ വീടുകളിലെല്ലാം തന്നെ ഈ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന എന്ന പ്രധാനപ്പെട്ട ഒരു നടപടിയിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നത്. കാരണം ഈ ഡിജിറ്റൽ തെളിവുകളിൽ ഈ പ്രതികൾക്കെതിരായ വിവരങ്ങൾ കൃത്യമായി ഉണ്ട്. അവരുടെ കുറ്റകൃത്യത്തിൽ അവരുടെ പങ്കാളിത്തം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന നിരവധി തെളിവുകൾ ഈ ഡിജിറ്റൽ തെളിവുകളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധന, സൈബർ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം ശക്തമായ അന്വേഷണത്തിലേക്ക് കടക്കുക, കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുക എന്നത് അന്വേഷണ സംഘത്തിന്റെ മറ്റൊരു നടപടിയാണ്. ലാപ്ടോപ്പുകൾ അടക്കമുള്ള ഡിവൈസുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ SIT ഈ കേസുമായി ബന്ധപ്പെട്ട ചില പ്രതികളുടെ മൊബൈൽ ഫോണുകൾ അടക്കം പരിശോധിച്ചിരുന്നു. എന്നാൽ അതൊന്നും സമഗ്രമോ ആഴത്തിലുള്ളതുമായ പരിശോധനകളായിരുന്നില്ല. ആരെല്ലാമായിട്ട് ഇവർ ബന്ധപ്പെട്ടു എന്ന് കണ്ടെത്തേണ്ടത് ഏറ്റവും സുപ്രധാനമാണ്. ഈ അന്വേഷണത്തിൽ ഇതിലുള്ള പ്രതികൾ പുറത്തുള്ള ആരെല്ലാമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാജ്യാന്തര വിഗ്രഹ കടത്ത് സംഘങ്ങൾക്കടക്കം ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുമ്പോൾ, രാജ്യാന്തര വിഗ്രഹ കടത്ത് സംഘങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാളികൾ കൊണ്ടുപോയി മറച്ചു നൽകിയിരിക്കുന്നതെന്നും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പുകൾ തിരികെ കൊണ്ടുവച്ചത് എന്ന് സംശയിക്കുന്ന ഘട്ടത്തിൽ അത്തരത്തിലുള്ള ആളുകളുമായി പ്രതികൾ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിലവിൽ ഇതിൽ പരസ്പരം ലിങ്ക് ചെയ്തിരിക്കുന്ന ആളുകൾക്കപ്പുറം മറ്റാരെല്ലാമായിട്ടാണ് ഇവരുടെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നത്, ആരുമായിട്ടല്ല
ആളുകളുമായിട്ടെല്ലാമാണ് നിരന്തരം കോണ്ടാക്റ്റുകൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ, പിടിച്ചെടുത്ത സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും അതും പ്രധാനമാണ്. അതിൽ ബാങ്ക് പാസ്ബുക്കുകൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവയ്ക്കപ്പുറമുള്ള രേഖകൾ അതും അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. കാരണം സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായി പണം ഈ ആളുകൾക്ക് പ്രതികളുടെ കൈവശം വന്നിട്ടുണ്ടോ, സ്വർണ്ണ കവർച്ചയിലൂടെ ലാഭം നേട്ടമുണ്ടാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണോ നടത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. കാരണം പ്രതികൾ പലരും പറയുന്നത് തങ്ങളുടെ ചില വീഴ്ചകൾ എന്നതിനപ്പുറം തങ്ങൾ ഇതിൽ പങ്കാളികളല്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ അതിനും അപ്പുറം സാമ്പത്തിക നേട്ടങ്ങൾ, ഈ സ്വർണ്ണ കവർച്ചയിലൂടെയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ നേരിട്ട് ഇതിലെല്ലാം ഇടപെട്ടിരിക്കുന്നത്, അതിനുമപ്പുറം ഈ ഉദ്യോഗസ്ഥർക്കടക്കം രാഷ്ട്രീയ നേതാക്കൾക്കടക്കം ഇതിൽ നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ രേഖകളെ സംബന്ധിച്ചുള്ള സംശയമാണ്. പിടിച്ചെടുത്ത രേഖകളിൽ ഇപ്പോഴും അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിലേറ്റവും സുപ്രധാനമായി മാറുന്നത്. അവിടെ ആ രേഖകളുടെ അതിസൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അതിൽ വ്യാജമായി സൃഷ്ടിച്ചതുണ്ട് എങ്കിൽ അത് കണ്ടെത്താനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. അത്തരം രേഖകൾ ഏതെല്ലാമാണ് അങ്ങനെ മായി സൃഷ്ടിച്ചിരിക്കുന്നത്, അങ്ങനെയെങ്കിൽ എവിടെയാണ് ആ രേഖകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? കാരണം നേരത്തെ തന്നെ പല ഇത്തരം സംവിധാനങ്ങളുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു ഭരണതലത്തിലിരിക്കുന്നതും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളും എല്ലാം തന്നെ വലിയ തോതിൽ കൃത്യമായ രേഖകൾ ചമച്ചതായി കണ്ടെത്തിയ പലവിധ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വിവിധ അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. സമാനമായ രീതിയിൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രേഖകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് തന്നെയാണ് സംശയം. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധന, ഡിജിറ്റൽ ഡിവൈസുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചുകൊണ്ടും പരസ്പരം നടത്തിയിട്ടുള്ള ബാങ്ക് പണമിടപാട്, പണവിനിമയങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധന എല്ലാം തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് പുലർച്ചെ വരെ നീണ്ട പരിശോധനയാണ്. ഈ രേഖകളുടെ എല്ലാം ക്രോഡീകരണം അന്വേഷണ സംഘത്തിന് നടത്തേണ്ടതുണ്ട്. അത് ക്രോഡീകരിച്ചുകൊണ്ട്, ആ രേഖകൾ ക്രോഡീകരിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘങ്ങൾ തന്നെയായിരിക്കും ഓരോന്നിൻ്റെയും പരിശോധന പൂർത്തിയാക്കുക. കാരണം 10ഓളം പേർ ഉൾപ്പെടുന്ന അന്വേഷണ സംഘമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ സ്വർണ്ണ കവർച്ച അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ തന്നെയാണ് ഇതിന്റെ ഭാഗമായി നിയോഗിച്ചിരിക്കുന്നത്. നേരത്തെ 6ഓ 5ഓ പേർ ഉൾപ്പെടുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ സംഘമെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 10 പേർ ഉൾപ്പെടുന്ന സംഘം, അത് തന്നെ 2 അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലേക്ക് മാറുന്നു. 2 അസിസ്റ്റന്റ് ഡയറക്ടർമാർ അന്വേഷണ ഉദ്യോഗസ്ഥരായി മാറുന്നു, IO-മാരായി മാറുന്നു. ഡെപ്യൂട്ടി ഡയറക്ടർ ഈ അന്വേഷണത്തിന്റെ എല്ലാ മേൽനോട്ടം വഹിക്കുന്നു. അഡീഷണൽ ഡയറക്ടർ പരിശോധനകളുടെ എല്ലാ തരത്തിലുള്ള നിരീക്ഷണവും വിലയിരുത്തലുകളും നടത്തുന്നു എന്നതാണ് പ്രത്യേകത. അങ്ങനെ 2 സംഘങ്ങളായി പ്രത്യേകമായി ഈ രേഖകൾ പരിശോധിക്കുന്നതിന് മാത്രമായി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്, പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനം. ഈ ആളുകൾ തന്നെയാണ്, ആ ഉദ്യോഗസ്ഥ സംഘം തന്നെയായിരിക്കും രേഖകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുക. ആവശ്യമെങ്കിൽ ശാസ്ത്രീയ പരിശോധനകൾ കൂടി നടത്തിയതിന് ശേഷം ആധികാരികത വ്യക്തമാകും. ആ ആധികാരികത കൂടി പരിശോധിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു നടപടികളിലേക്ക് കൂടിയായിരിക്കും കടക്കുക. രാഗി, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ED റെയ്ഡിൽ പിടിച്ചെടുത്തതിൽ വ്യാജരേഖകളുണ്ട് എന്ന സംശയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ അന്വേഷണ സംഘം. ജിജീഷ് സൂചിപ്പിച്ചതുപോലെ ഈ പിടിച്ചെടുത്ത രേഖകളുടെ ക്രോഡീകരണമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ കേരളമടക്കം 3 സംസ്ഥാനങ്ങളിലാണ് റെയ്ഡ് നടന്നത്. ആ റെയ്ഡിൽ ബാങ്ക് പണമിടപാട് രേഖകൾ, ഒപ്പം തന്നെ ഡിജിറ്റൽ ഡിവൈസുകൾ എല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.